ശബരിമലയിലെ അവസാനമുണ്ടായ വിവാദങ്ങളിൽ പ്രതികരിക്കാൻ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് തന്നെ കൈരളി ന്യൂസിനോട് ചേരുന്നുണ്ട്. ഇപ്പോൾ അവസാനമുണ്ടായിട്ടുള്ളത് പീഠത്തിൻ്റെ വിവാദമാണ്. ആ വിവാദം ആദ്യം ഉണ്ടാക്കിയവർ തന്നെ അവസാനം ആ കാര്യത്തിൽ ഈ പ്രതിസ്ഥാനത്ത് വരുന്ന സ്ഥിതിയുണ്ടായി. അത് കഴിഞ്ഞ ശേഷവും പുതിയ പുതിയ വെളിപ്പെടുത്തൽ വരുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും തരത്തിൽ ഗൂഢാലോചന ഉള്ളതായി ദേവസ്വം ബോർഡിൻ്റെ നിലവിലുള്ള അനുഭവത്തിലും നിഗമനത്തിലും പ്രസിഡന്റിന് തോന്നുന്നുണ്ടോ? ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളെല്ലാം ഇപ്പോൾ വന്നിരിക്കുന്നത്. ഒന്നിനൊന്നായി പുറകെ ഇങ്ങനെ വരികയാണ്. അത് ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം. എല്ലാവർക്കും തന്നെ അറിയാം. കഴിഞ്ഞ മണ്ഡല മകരവിളക്ക് മഹോത്സവം വളരെ മനോഹരമായി, വളരെ ഗംഭീരമായി അവിടെ എത്തിയ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്ക് തൃപ്തികരമായ രീതിയിൽ മലയിറങ്ങുവാനുള്ള അവസരമുണ്ടാക്കിയത് ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതെല്ലാം നിൽക്കെ ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ആരോപണങ്ങളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ 4 ദിവസങ്ങൾക്ക് മുമ്പാണ്, 5 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന സ്പോൺസറുടെ വെളിപ്പെടുത്തൽ വരുന്നത്. അവിടെ ഏതോ ഒരു താങ്ങുപീഠം ദേവസ്വം ബോർഡിൽ വച്ചിരുന്നു, അത് ദേവസ്വം ബോർഡിൽ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആക്ഷേപം. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ സഹായിയുടെ വീട്ടിൽ നിന്നും പിന്നീട് സഹോദരിയുടെ വീട്ടിൽ നിന്നും അത് കണ്ടെടുക്കുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായില്ല. അപ്പം അത് ഏറ്റുപിടിച്ചുകൊണ്ടായിരുന്നു പിന്നെ വലിയ പ്രചാരവേല നടന്നത്. അത് സ്വർണം മോഷണം പോയി, ചന്ദ്രഗ്രഹണ സമയത്ത് സ്വർണ്ണക്കൊള്ള, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെതിരെ മോഷണക്കുറ്റത്തിന് കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രചാരവേലയായിരുന്നല്ലോ. അതായിരുന്നു. അപ്പം നോക്കൂ, അത് അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ സംഭവിച്ചത് എന്താ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അത് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇതെല്ലാം ശബരിമലയും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ എന്നും ഒരു വിവാദമാണ്. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഇതെല്ലാം ഹൈക്കോടതിയിലിരിക്കുകയാണ്, ഹൈക്കോടതിയിൽ പരിഗണനയാണ്. ഞങ്ങളുടെ ആദ്യമായി ഈ വിവാദം എപ്പോഴാണ് വരുന്നത്? ഞങ്ങൾ അവിടെ കേടുപാടുകൾ പറ്റിയ പിന്നെ ദ്വാരപാലകങ്ങളുടെ കവചം ഞങ്ങൾ ചെന്നൈയിലേക്ക് നവീകരണത്തിന് വേണ്ടി കൊണ്ടുപോയ സമയത്താണ് ഈ ഒരു ആക്ഷേപം വരുന്നത്. അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നുള്ളതായിരുന്നു ആക്ഷേപം. അത് ഈ ആക്ഷേപങ്ങൾ വന്നാൽ വലിയ വാർത്തയാണല്ലോ. അത് വലിയ വാർത്തയായിട്ട് വരുന്നു. കോടതി ഞങ്ങളുടെ SP തന്നെ, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് SP തന്നെ ചുമതലപ്പെടുത്തുന്നു. ദേവസ്വം വിജിലൻസ് SP അത് കൃത്യമായി അന്വേഷിക്കുന്നു. അതിൻ്റെ എന്താണോ പ്രൊസീജിയർ, ആ പ്രൊസീജിയർ അനുസരിച്ച് തിരുവാഭരണ കമ്മീഷൻ്റെ നേതൃത്വത്തിൽ സ്മിത്ത്, AO, പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസർ, വിജിലൻസിൻ്റെ മഹസർ തയ്യാറാക്കി കൃത്യമായ വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. അത് ഉണ്ടായ ഒരു ചെറിയ പിഴവ് ഈ സാങ്കേതികമായി അറിയിക്കുവാൻ താമസിച്ചു പോയി എന്നുള്ളതാണ്. കോടതിക്ക് അത് മനസ്സിലാവുകയും കോടതി അത് തിരിച്ച് പിന്നെ പുനഃസ്ഥാപിക്കുവാനും, മാത്രമല്ല ആ പാളികളിൽ, ശ്രീകോവിലിൻ്റെ പാളികളിൽ അറ്റകുറ്റപ്പണി അതിനും ഞങ്ങൾക്ക് അനുവാദം നൽകി. ഞങ്ങളത് വരുന്ന ഒക്ടോബർ 17-ാം തീയതി അതവിടെ സ്ഥാപിക്കുകയും മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായിട്ട് ആ വാതിലിൻ്റെ പണികൾ ആരംഭിക്കുകയും ചെയ്തു. ഇപ്പോൾ കൃത്യമാണ്. അപ്പോഴാണ് ഇങ്ങനൊരു വിവാദം വരുന്നത്. ഈ 2019 ഒരു വിഷയം എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്ത വരുന്നു, വലിയ ചർച്ച വരുന്നു. അതും ആരെ ഏൽപ്പിച്ചു? തിരുവാഭരണം അല്ല, നമ്മുടെ SP തന്നെ, ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് SP തന്നെ ഏൽപ്പിക്കുന്നു. SP അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളിൻ്റെ വീട്ടിൽ നിന്നും ഇത് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ചർച്ചകളാണ്. ഒരു ചർച്ചയുടെ ആവശ്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായും സത്യസന്ധമായും സുതാര്യമായും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ശബരിമലയിലെ വരുന്ന ഒരു സ്വർണ്ണമാവട്ടെ വെള്ളിയാവട്ടെ കൃത്യമായി തന്നെയാണ് അത് ചെയ്യുന്നത്. ഭണ്ഡാരത്തിലേക്ക് വരുന്ന വെള്ളിയായാലും സ്വർണ്ണമായാലും അത് ഭണ്ഡാരത്തിൽ വെച്ച് തന്നെ വേർതിരിക്കുകയാണ്. സ്വർണം, വെള്ളി, പിന്നെ അത് തൂക്കമനുസരിച്ച് തന്നെ കൃത്യമായി രസീതാക്കി മഹസറാക്കി മാറ്റുകയാണ്. അത് പിന്നീട് അപ്പോൾ അവിടെ കിട്ടുന്നതെല്ലാം തന്നെ അവിടുത്തെ ലോക്കറിൽ സൂക്ഷിക്കുകയും പിന്നീട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും തിരുവാഭരണം കമ്മീഷൻ്റെയും സ്മിത്തിൻ്റെയും വിജിലൻസിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അത് ആറന്മുളയിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. ഒരംശം പോലും, കാരണം റെക്കോർഡിക്കലായിട്ടാണ് അവിടെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇയാൾ പറയുന്നത് എന്താ? അവിടെ കൊണ്ട് ഒരു താങ്ങുപീഠം കൊടുത്തിരുന്നു. പിന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. കാരണം അവിടെ ഒരു ഏൽപ്പിച്ചാൽ അവിടെ കൃത്യമായി അവിടെ ഇരിക്കുന്ന AO അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ രസീത് കൊടുക്കും, അത് മഹസറിൽ രേഖപ്പെടുത്തും, കൃത്യമായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു രേഖയുമില്ല, അങ്ങനെ ഇതുമില്ല. എനിക്ക് തോന്നുന്നു അയാൾ എന്തോ അവിടെ വച്ചിട്ട് കൊണ്ടുപോയൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും അതിനെ സംബന്ധിച്ച് ഒരു രേഖയുമില്ല. എന്തായാലും ഒരു കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യം, അത് 2019 2009 മുതലാവട്ടെ 2025 മുതലാവട്ടെ, ഏത് കാര്യവും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഇതെല്ലാം ഇയാളുടെ ഈ പോറ്റിയുടെ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദുരൂഹതയെ സംബന്ധിച്ചാവട്ടെ, ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടാവട്ടെ,
താങ്ങുപിടുവുമായി ബന്ധപ്പെട്ടാവട്ടെ, തൂക്കത്തിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടാവട്ടെ, ഏത് കാര്യവും വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഞങ്ങൾ കോടതിയോട് ആവശ്യപ്പെടും. അത് ഏത് അന്വേഷണമാണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട കോടതിയാണ്. കാരണം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായി ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയോട് ഞങ്ങൾ ഇതിലൊരു വ്യക്തമായ അന്വേഷണം വേണം. കാരണം ഇങ്ങനെ ഈ പിന്നെ ഈ പിന്നെ ഇങ്ങനെ ഒരു 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 പുകമറയിൽ നിർത്തി ദേവസ്വം ബോർഡിനെയും ദേവസ്വം പ്രസിഡന്റിനെയും ദേവസ്വം ബോർഡിനെയും ഒരു രാഷ്ട്രീയ പിന്നെ ആരോപണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ പാടില്ല. വരുന്ന പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്, അസംബ്ലി ഇലക്ഷൻ. അപ്പോൾ അതിനുള്ളൊരു വേദിയാക്കി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. 2009 മുതൽ 2025 ഒരു അന്വേഷണം നടക്കട്ടെന്നേ, കൃത്യമായ അന്വേഷണം നടക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടാൻ പോകുന്നത് അതാണ്. ഈ പ്രസിഡന്റ് ഈ 2019 കാര്യം ഈ സ്പോൺസർ തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ 2021 പീഡ് അവിടെ വച്ചു എന്ന് പറഞ്ഞാൽ പുതിയ വർഷം പറയുന്നു. അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റ് തന്നെ അല്പം മുമ്പ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു രജിസ്റ്റർ ഉണ്ടാവും, രേഖകളുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ പരിശോധനയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചിട്ടുണ്ട്? അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇയാൾ ഇപ്പോൾ പറയുന്നത് അന്ന് ഏതോ ഒരു ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ കൊണ്ട് കാണിച്ചു, അത് സമർപ്പിച്ചപ്പോൾ പാകമല്ലാതായി എടുത്തുകൊണ്ട് പോയി എന്നാണ്. അതൊന്നും ഞങ്ങൾക്കറിയില്ല, അവിടെ ഒരു രേഖയിലില്ല. ഞാൻ പറഞ്ഞില്ലേ, ശബരിമലയിൽ എന്തെങ്കിലും ആധികാരികമായി സമർപ്പിച്ചാൽ അത് കേസ് ചെയ്തുണ്ടാവും, അവസരമുണ്ടാവും. ഇയാൾ അവിടെ കൊണ്ടുവന്ന് കാണിച്ച് ആരെങ്കിലും കാണിച്ചിട്ട് അത് അയാളതായിരിക്കും ചിലപ്പോൾ. എന്തായാലും അവിടെ ഒരു താങ്ങുവീട് ഉണ്ടല്ലോ. ഇപ്പോൾ ചിലപ്പോൾ ഇയാൾ എന്തെങ്കിലും പിന്നെ ഉണ്ടാക്കി വെച്ചതായിരിക്കാം, ഞങ്ങൾക്കറിയില്ല. അത് ശബരിമലയിൽ ഒരു താങ്ങുവീടും കവചവും ഉണ്ട്, അതപ്പോഴും ഉണ്ട്. രണ്ടാമതൊരെണ്ണം അവിടെ വന്നതായി ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരുടെ പക്കലിൽ രസീതുമില്ല, മാസവുമില്ല, ഒന്നുമില്ല. അപ്പം ഇത് അയാൾ ഒരു സുപ്രഭാതത്തിൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് 6 ദിവസം മുമ്പാണ് ഇയാളുടെ വെളിപ്പെടുത്തൽ നടത്തുകയാണ് മാധ്യമങ്ങളിലൂടെ. ഇങ്ങനെ ഉണ്ട്, അവിടെ എങ്ങനെ കൊണ്ടുവരും, ദേവസ്വം ബോർഡിൽ ഏൽപ്പിച്ചു, അത് കാണുവാനില്ല എന്ന് പറഞ്ഞാൽ അതോടുകൂടിയല്ലേ ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ആരാ പെട്ടിരിക്കുന്നത്? ഞങ്ങൾ പറയുന്നു, ഇദ്ദേഹത്തിൻ്റെ ദുരൂഹതയെ സംബന്ധിച്ചും ഇദ്ദേഹത്തിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചും എല്ലാം സമസ്ത കാര്യങ്ങളിലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങളുടെ നിലപാട് അതാണ്. ഈ സർക്കാരിൻ്റെ നിലപാട്, പിന്നെ ബോർഡിൻ്റെ നിലപാട് ഒക്കെ കൃത്യമായ അന്വേഷണം വേണം. പക്ഷേ അന്വേഷണം ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റുന്നത് കോടതിയോടാണ്. കോടതി തീരുമാനിക്കട്ടെ, ഏത് അന്വേഷണം വേണമെന്ന് കോടതി തീരുമാനിക്കട്ടെ. പിന്നെ കോടതി ശബരിമലയിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട പിന്നെ പരിശോധനയ്ക്ക് വേണ്ടി ഒരു ജസ്റ്റിസിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നു. സന്തോഷം, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഞങ്ങൾ 18 സ്ട്രോങ് റൂമുകളുണ്ട്. ഈ 18 സ്ട്രോങ് റൂമിലും അവിടെ കിട്ടുന്ന എല്ലാവിധമായ കാര്യങ്ങളും വിലപിടിപ്പുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗോൾഡ് മോണിറ്റൈസേഷൻ കഴിഞ്ഞ മാസം കഴിഞ്ഞതേ ഉള്ളൂ. ഗോൾഡ് മോണിറ്റൈസേഷൻ്റെ ഭാഗമായി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ ദേവസ്വം ബോർഡുകളും, അപ്പോൾ ഞങ്ങളും അത് പങ്കാളിയായി, ഞങ്ങൾ അതിപ്പോൾ റിസർവ് ബാങ്കിന് കൈമാറി. ഈ ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ എ കാറ്റഗറി, ബി കാറ്റഗറി, സി കാറ്റഗറി. എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ പൗരാണികമായിട്ടുള്ള കാര്യങ്ങൾ. ബി കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉത്സവങ്ങൾക്കൊക്കെ നിത്യവും എടുക്കുന്ന, അല്ലെങ്കിൽ ഉത്സവങ്ങൾക്ക് വേണ്ടി, ഉത്സവാദി കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കാര്യങ്ങൾ. സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും എടുക്കില്ല, വെറുതെ ഇരിക്കുകയാണ്. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം തന്നെ, കോടതിയിൽ നിന്ന് അനുമതി വാങ്ങി തന്നെ സ്റ്റേറ്റ് ഓഡിറ്റിന് വിധേയമായി കഴിഞ്ഞ മാസമാണ് 467 കിലോഗ്രാം ഞങ്ങൾ റിസർവ് ബാങ്കിലേക്ക് കൈമാറി കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു നിർണയവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം എ, ബി ഒക്കെ പ്രത്യേകമായി സൂക്ഷിച്ച് ബാഗുകളിലും പെട്ടികളിലുമായി കൃത്യമായി സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം കണക്കുകൾ തിരുവാഭരണം രജിസ്റ്ററിലുണ്ട്. ഈ നമ്മുടെ ദേവസ്വം ബോർഡിലെ ഈ സ്വർണം, വെള്ളി ഇതുപോലുള്ള വിലപിടിപ്പുള്ള കാര്യങ്ങളുടെ എല്ലാം അധികാരി തിരുവാഭരണ കമ്മീഷണറാണ്. കമ്മീഷണർ റാങ്കിലുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ രജിസ്റ്റർ ഇതെല്ലാം ഉണ്ട്. ഇപ്പോൾ സി കാറ്റഗറി ഗോൾഡ് മോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് സി കാറ്റഗറിയിലുള്ള എല്ലാം പ്രത്യേകം രജിസ്റ്ററായി സൂക്ഷിച്ച് ഞങ്ങൾ 467 കിലോഗ്രാം പിന്നെ റിസർവ് ബാങ്കിന് കൈമാറിയിട്ടുണ്ട്. അത് ഏതാണ്ട് ഒരു 3 ലക്ഷം രൂപ, 3 കോടി രൂപ ഞങ്ങൾക്ക് വർഷം പലിശയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് പിന്നെ കോടതി പറഞ്ഞ് ഡിജിറ്റൈസ് ചെയ്യണം. ഇതെല്ലാം ഞങ്ങൾ കോടതിയെ അറിയിക്കും. ഡിജിറ്റൈസേഷൻ ഈ ബോർഡ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചത് സമ്പൂർണ്ണ ഡിജിറ്റൈസേഷനാണ്, ബോർഡിൻ്റെ പൂർണ്ണമായ ഡിജിറ്റൈസേഷനാണ്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ തമിഴ്നാട് NIC എന്ന് പറഞ്ഞാൽ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്, നാഷണൽ ഇൻഫോർമാറ്റിക് മിഷൻ, അവരുമായി ചേരുകയും ഞങ്ങൾ തയ്യാറാക്കിയ സോഫ്റ്റ്വെയർ ഏതാണ്ട് അവരുടെ 80% സാമ്യമാണെന്ന് കണ്ടപ്പോൾ തമിഴ്നാട്ടിൽ NIC ITMS അവരാണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അവിടെ പോവുകയും അവരുമായി ധാരണ വയ്ക്കുകയും എഗ്രിമെൻറ്റ് വയ്ക്കുകയും ഞങ്ങളിങ്ങനെ ഡിജിറ്റൈസേഷനുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ബില്ലിംഗ് മൊഡ്യൂളിൻ്റെ ഉദ്ഘാടനം മെനഞ്ഞാന്നായിരുന്നു കൊട്ടാരക്കരയിൽ നടന്നു. ആ സോഫ്റ്റ്വെയറിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ ഡിജിറ്റൈസേഷൻ, ഈ ഗോൾഡുമായി ബന്ധപ്പെട്ട ഈ സ്ട്രോങ് റൂമുകളുമായി ബന്ധപ്പെട്ട ഡിജിറ്റൈസേഷനും വരും. അതുമൊക്കെ ഞങ്ങൾ കോടതിയെ അറിയിക്കും. എന്തായാലും ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരാശങ്കയും അവിടെ എത്തുന്ന ഭക്തർക്ക് വേണ്ട.
അവിടെ എത്തുന്ന എല്ലാവിധമായ പൊട്ടും പൊടിയും പോലും കൃത്യമായ മാസറുണ്ട്, കൃത്യമായ രേഖകളുണ്ട്. ഒരു കൺഫ്യൂഷനും അതുമായി ബന്ധപ്പെട്ട് ഭക്തർക്ക് വേണ്ട. പക്ഷേ ഈ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രചാരവേല ശബരിമല എന്ന മഹാക്ഷേത്രത്തെ വല്ലാതെ ബാധിക്കുമെന്നുള്ള ഒരാശങ്കയാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഒരു കാര്യം കൂടി, അങ്ങ് ഈ പറഞ്ഞ തീയതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് കൃത്യം 6 ദിവസത്തിന് മുമ്പ് വരുന്നു. ചില മാധ്യമങ്ങൾ ആ വാർത്ത നൽകുന്നു. തുടർച്ചയായി വിവാദങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇതിനൊക്കെ ബന്ധപ്പെട്ട് അങ്ങ് ചില സൂചന നൽകി. വലിയ തരത്തിലുള്ള ഗൂഢാലോചന ഇത്തരത്തിലുള്ള അവതാരങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് ദേവസ്വം ബോർഡ് സംശയിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഞാൻ ഇന്നലെ കേട്ടൊരു പ്രസ്താവന, ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന്, ഈ സ്പോൺസറുടെ വീട്ടിൽ നിന്ന് പിടിച്ചു, ഇതെല്ലാം പിടിച്ചു, ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നു. എന്നിട്ടും ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ പ്രസ്താവനയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ അവതാരങ്ങളെക്കുറിച്ചൊന്നും ഒന്നും പറയുന്നില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണം. ഉദ്ദേശം മനസ്സിലായില്ലേ? അപ്പം എങ്ങനെയായിരിക്കും ഇത് കണക്ട് ചെയ്ത് വരുന്നത്? ഇതിൽ നിന്നും ഒരു കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നു. ഒരു മാത്രയിൽ ഇത് വരികയാണ്, വെളിപ്പെടുത്തൽ വരികയാണ്. ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, കാണാനില്ല. അവിടെ മുതലല്ലേ പ്രതിപക്ഷ നേതാവ് പറയുന്നു ബോർഡ് സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്നു, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ് എന്നൊക്കെ പറയുന്നില്ലേ BJP നേതാക്കൾ, പ്രതിപക്ഷ നേതാക്കൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതിലേക്ക് ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉറപ്പായിട്ടും ഇതിലേക്ക് ഒരു ഗൂഢാലോചന ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ആഗോള അയ്യപ്പ സംഗമത്തെ, സർക്കാരിനെയും കരിവാരിത്തേക്ക്, ദേവസ്വം ബോർഡിൻ്റെ കരിവാരിത്തേക്ക് വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവം അട്ടിമറിക്കുക. വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവം അട്ടിമറിക്കുക. പഞ്ചായത്ത് ഇലക്ഷനിൽ വരുന്നത്, അല്ലെങ്കിൽ അസംബ്ലി ഇലക്ഷനിൽ, അതിൻ്റെ പേരിൽ വൈകാരികമായ ചിന്തകൾ ഉണർത്തി ഒരു സുവർണാവസരമാക്കി ഇതിനെ ഉപയോഗിച്ച് ശബരിമലയെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് വിഷയമാക്കാനുള്ള ആസൂത്രിതമായ നീക്കമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഒരു കാര്യം ഞാൻ കൃത്യമായി പറയുന്നു, ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് എല്ലാവിധമായ സൗകര്യങ്ങളും ഒരുക്കുവാനുള്ള അസാന്ത പരിശ്രമം ദേവസ്വം ബോർഡും ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സർക്കാരും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ അത് അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്നത് അത് കേരളത്തോട് ചെയ്യുന്ന നീതികേടാണ്, ശബരിമലയോട് ചെയ്യുന്ന നീതികേടാണ്. ശബരിമലയുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന 1200-1200ഓളം ക്ഷേത്രങ്ങളെ അട്ടിമറിക്കുന്നതിന് തുല്യമാണ് എന്ന കാര്യം ഇവരൊക്കെ ഓർക്കുന്നത് നല്ലതാണ്. താങ്ക് യു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഈ തിരക്കിനിടയിലും പ്രതികരിച്ചതിന്. സജു ക്യാമറാമാനാണ് നമുക്കൊപ്പം ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സൂചിപ്പിച്ച കാര്യമെന്ന് പറയുന്നത്, ഇക്കാര്യത്തിൽ ഗൂഢാലോചന ഉണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. കാരണം ഈ വന്ന തീയതികളൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി എന്താണോ പറയുന്നത് അതനുസരിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണം. അത് ഏത് ഏജൻസിയാണ് അന്വേഷിക്കേണ്ടത് എന്ന കാര്യം കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അത് സംബന്ധിച്ച് ഗൂഢാലോചന എന്തുണ്ടെങ്കിലും പുറത്തു വരണം എന്ന് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. അത് തന്നെയാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് PS പ്രശാന്ത് കൈരളി ന്യൂസിനോട് പറയുന്നത്. ക്യാമറാമാൻ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം നിർമ്മൽ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.